കണ്ടില്ലേ മഹാനായ ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ശറഹ് സുദൂറിൽ എഴുതുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു അബി അയ്യൂബ് അൽ ഖുസാഇ എന്നവരെ പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊരു യുവാവുണ്ടായിരുന്നു. ഖദ് ലസിമൽ മസ്ജിദ, പള്ളിയെ നിരന്തരമായി പള്ളിയിൽ വരുന്നയാളാണ്, കൃത്യമായി പള്ളിയിൽ ഉണ്ടാകുന്ന ആളാണ്. വകാന ഉമർ ബിഹി മുഅ്ജിബാ, ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയ അഭിമാനമാണ്, പെരുമയാണ്. എന്റെ നാട്ടിൽ ഇങ്ങനെ പള്ളിയുമായി നിരന്തര ബന്ധമുള്ള ഒരു യുവാവുണ്ട് എന്നതിൽ വലിയ അഭിമാനം പറയാൻ പറ്റുന്ന ആളാണ്. വകാന ലഹു അബുൻ, അദ്ദേഹത്തിനതാ പ്രായമുള്ള ഒരു പിതാവുണ്ട്. ഇദാ സ്വല്ലൽ അതമത, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഇൻസറഫ ഇലാ അബീഹി, ആ വാപ്പാന്റെ പരിചരണത്തിലാണുള്ളത്. നിരന്തരമായി പള്ളിയിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നയാളാണ്, ഉപ്പാക്ക് സേവനം ചെയ്യുന്ന ആളാണ്. അങ്ങനെ നിരന്തരമായി നന്മയിൽ ഇടപെടുന്ന നല്ല ഒരു മനുഷ്യനാണ്. ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വലിയ അഭിമാനമാണ്, എന്റെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന നിലക്ക് നല്ല അഭിമാനം പറയുന്ന ആളാണ്. ഈ മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ ഇടയ്ക്കിടെ ഇങ്ങനെ വിളിക്കാറുണ്ട്, മാടി വിളിക്കാറുണ്ട്. സ്ത്രീകളുടെ ചതി സൂക്ഷിക്കേണ്ടതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയാണ്. പിശാച് സ്ത്രീയെ കൂട്ടുപിടിച്ചുകൊണ്ട് പുരുഷനെ വഞ്ചിക്കാൻ ശ്രമിക്കും, പിശാച് പുരുഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്ത്രീയെ വഞ്ചിക്കാൻ ശ്രമിക്കും. ഇത് ലോകത്തുള്ള അവസ്ഥയാണ്. അങ്ങനെ അതാ നല്ല യുവാവ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരാധനയിലും സേവനത്തിലും കഴിയുന്ന യുവാവിനെ ഒരു വനിത ഇങ്ങനെ നിരന്തരമായി വിളിക്കുകയാണ്. ഒരു നാൾ വഴിയോരത്തുകൂടി പോകുന്ന യുവാവിനെ ഈ പെണ്ണ് വിളിക്കുന്നു, ഈ സ്ത്രീ ക്ഷണിക്കുകയാണ്. ഫലമ്മാ അത്തൽ ബാബാ, വാതിൽക്കലെത്തിയപ്പോൾ ദഖലത്ത് വദഹബ യദ്ഖുലു, ആ പെണ്ണ് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു, ഇയാളും പിന്നാലെ കടക്കാൻ ഒരുങ്ങുകയാണ്. ഫദക്കറല്ലാഹ്, അരുതായ്മയുടെ കവാടത്തിലേക്ക് 1000 തവണ വിളിച്ചപ്പോഴും പോയില്ല. ഒരിക്കൽ ഒരു അബദ്ധ നിമിഷത്തിൽ ആ വഴിയിലേക്ക് നടക്കുകയാണ്. വാതിൽക്കലെത്തിയപ്പോൾ അല്ലാഹ് അല്ലാഹ് എന്ന ആലോചന മനസ്സിൽ വരികയാണ്. ഞാനീ പോകുന്നത് നേരാണോ? ഇത് നന്മയാണോ? ഇത് തിന്മയാണോ? എന്റെ എല്ലാമായ റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ എന്ന ആലോചന മനസ്സിൽ വരുമ്പോൾ ഖുർആനിന്റെ സൂക്തങ്ങൾ മനസ്സിലേക്ക് ഓടി വരികയാണ്. അവസാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നാവിലേക്ക് വരുന്ന ഒരു സൂക്തിയാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയാ മനസ്സിലേക്ക് വരികയാണ്. പൈശാചികമായ ദുർബോധനങ്ങളും വലയങ്ങളും വരുമ്പോ തഖ്വയുള്ള ആളുകൾ അല്ലാഹുവിലേക്ക് വിലയം പ്രാപിക്കുമെന്ന ആശയമുള്ള ആയത്ത് ഈ മനുഷ്യന്റെ കൽബിലേക്ക് വരുമ്പോ ഫഖറൽ ഫതാ മഗ്ശിയൻ അലൈഹി, ഈ യുവാവ് ബോധരഹിതനായി വീണായ സയ്യിദുനാ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ നല്ല രീതിയിൽ ജീവിക്കുന്ന യുവാവില്ലേ, ആ യുവാവ് പെണ്ണിന്റെ പടിക്കലേക്ക് എത്തുമ്പോഴേക്ക് അല്ലാഹ് എന്ന ചിന്തയിലങ്ങ് വീണുപോയി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചന, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവന്ന ബോധരഹിതനായി അങ്ങ് വീഴുമ്പോ ആ പെണ്ണും കൂട്ടുകാരും കൂടി മനുഷ്യനെ എടുത്ത്, ബോധരഹിതനായി കിടക്കുന്ന മനുഷ്യനെ എടുത്ത് പുറത്തെ സ്ഥലത്തേക്ക് വെക്കുകയാണ്, ആളുകളോട് വിവരം പറയുകയാണ്. ഉപ്പാന്റെ അടുക്ക് കൊണ്ടുവന്നു. കുറെ നേരം കഴിഞ്ഞു. ഫമാ അഫാഖ ഹത്താ ദഹബ മിനൽ ലൈലി മാഷാ അല്ലാഹ്. കുറെ കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു, അവിടുന്ന് ബോധം തെളിഞ്ഞു. പാതിരാത്രിയായപ്പോ ബോധം തെളിഞ്ഞപ്പോ വാപ്പ ചോദിച്ചു, മോനെ എന്തേ പറ്റിപ്പോയത്? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, നല്ലതല്ലാതെ ഒന്നും ഉണ്ടായില്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാ ദിവസവും നിങ്ങൾ എന്നെ വിളിക്കാറുണ്ട്. ഇന്ന് ആ വീട്ടുപടിക്കലേക്ക് ചെന്നപ്പോൾ അവർ ദുരുദ്ദേശപരമായി അകത്തേക്ക് കടന്നു. അപ്പൊ എന്റെ മനസ്സിലേക്ക് അല്ലാഹ് എന്ന ചിന്ത വന്നു. ഖുർആനിലെ ഒരായത്ത് ഞാനങ്ങ് ആലോചിച്ച് നാവിലേക്ക് വന്നപ്പോഴേക്ക് ഞാൻ ബോധരഹിതനായി വീണുപോയതാണ്. അപ്പോഴാണ് വാപ്പാന്റെ ചോദ്യം, മോനെ ഏത് ആയത്താണ്? ഏത് ആയത്തോതിയപ്പോഴാ മോൻ അങ്ങനെ ബോധക്കേടുണ്ടായി മോൻ രക്ഷപ്പെട്ടത്? അപ്പോഴോതി ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ്ശൈത്വാൻ എന്ന ആയത്തങ്ങ് ഓതാനും ഫഖറ മഗ്ശിയൻ അലൈഹി. വീണ്ടും ആ യുവാവ് ബോധരഹിതനായി വീണു. ഫഹറഖൂഹു, അവിടെ കൂടിയവര് കുലുക്കി വിളിച്ചു നോക്കിയില്ല. ഫഇദാ ഹുവ മയ്യിത്തുൻ, ആള് മരിച്ചുപോയി, ലോകത്തോട് വിട പറഞ്ഞുപോയി. അല്ലാഹ് എന്ന ചിന്ത കൽബിലേക്ക് വന്നുപോയതാണ്. അരുതായ്മകൾ നിന്ന് മാറി നിൽക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് അല്ലാഹ് എന്ന ചിന്തയാണ്. അറിയുമോ സഹോദരാ, ഈ മനുഷ്യനെ രാത്രി തന്നെ മറമാടുകയാണ്. രാവിലെ ഉമർ വരഞ്ഞു. വീട്ടിലേക്ക് വന്ന വാപ്പാനോട് തഅ്സിയത്ത് നടത്തി. എന്നിട്ട് ചോദിച്ചു, അല്ല എന്തേ എന്നോട് വിവരം പറയാതിരുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, അത് രാത്രിയേറെ വൈകിപ്പോയതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ആ ഖബറിലേക്കൊന്ന് കൊണ്ടുപോകുമോ? ഫഅതാ ഉമറു വമൻ മഅഹുൽ ഖബറ. ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരും ഖബറിലേക്ക് വരികയാണ്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, യാ ഫുലാൻ, ഓ മനുഷ്യ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് കണക്ക് പറയണമല്ലോ എന്ന ആലോചനയല്ലേ നിങ്ങളുടെ മനസ്സിൽ വന്നത്? അതല്ലേ നിങ്ങളുടെ മനസ്സിനെ ഇളക്കിക്കളഞ്ഞത്? അതല്ലേ നിങ്ങൾ ആലോചിച്ച് പരിഭ്രമിച്ചു പോയത്? എന്നാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ഹാജരാക്കപ്പെടുന്നത്, അവിടെ നിന്ന് കണക്ക് പറയേണ്ടി വരുന്നത് ആലോചിച്ച് ഭയന്നാൽ അവർക്കുണ്ടേ ജന്നത്താൻ, 2 സ്വർഗങ്ങൾ അവർക്കുണ്ടേ. ഈ ആശയമുള്ള ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓതുകയാണ് ഖബറാളിയോട്. ഖബറാളി കേൾക്കുമോ?
കേൾത്തിട്ട് ഉത്തരം ചെയ്യുമോ? ആശങ്കപ്പെടേണ്ടതില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ അതിനും ഏറെ നിങ്ങളോട് പറയാനുണ്ട്. ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നില്ലേ മൂസ അലൈഹിസ്സലാം? അത് കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അത് ഉദ്ധരിച്ചില്ലേ ഇമാം മുസ്ലിം നൈസാബൂരി അവിടുത്തെ സ്വഹീഹിൽ? അതുപോലെ കണ്ടില്ലേ സഹാബത്ത് ഖൈമ കെട്ടാൻ വേണ്ടി ടെന്റിന് കാലുകുഴിച്ചപ്പോൾ ഖബർ പൊളിഞ്ഞുപോയി. അതിന്റെ ഉള്ളിലിരുന്ന് ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കണ്ടില്ലേ? സഹാബത്ത് വന്ന് നബി തങ്ങളോട് പറഞ്ഞില്ലേ? അപ്പോഴവിടുന്ന് പറഞ്ഞതെന്താണ്? ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ. അത് ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ തരുന്ന സൂറത്താണ്. അത് ഖബറിന്റെ ശിക്ഷയെ തടയുന്നതാണ്. അല്ലാതെ ആള് ഖുർആൻ ഓതൂലാന്ന് നബി തങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇതുദ്ധരിച്ചില്ലേ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്? ഇതുദ്ധരിച്ചില്ലേ ഇബ്നുൽ ഖയ്യിം? ഇതുദ്ധരിച്ചില്ലേ അബ്ദുൽ ഗനി നാബുൽസി അഹ്വാലുൽ ഖുബൂറിൽ? ഏറെ ആളുകൾ ഈ സംഭവം നമ്മളോട് പഠിപ്പിച്ചു തന്നില്ലേ? സ്വഹാബത്ത് നേരിട്ട് കണ്ടതാണ്, മുത്തുനബി തങ്ങളോട് പറഞ്ഞതാണ്, അവിടുന്നത് സമ്മതിച്ചതാണ്. ഇതുപോലെ വേറെ സമാനമായ നിരവധി സംഭവങ്ങൾ അബ്ദുൽ റഹിമഹുള്ളയുടെ ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. സ്വഹാബത്തിൽ കണ്ടില്ലേ രണ്ട് കൂട്ടുകാർ? അവർ രണ്ടുപേര് സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് പറഞ്ഞതെന്താണ്? നമ്മൾ രണ്ടുപേരിൽ ആരാണോ ആദ്യം മരിക്കുന്നത്, മരിക്കുന്നയാളുടെ അവസ്ഥ ജീവിച്ചിരിക്കുന്ന ആൾക്കറിയാനുള്ള സംവിധാനം റബ്ബ് തരണമെന്ന് ദുആ ചെയ്യുകയാണ്. മരണപ്പെട്ടയാളുടെ വിവരം ജീവിച്ചിരിക്കുന്ന ആൾ അറിയുകയാണ്. ഇതും ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അടക്കം ഉദ്ധരിക്കുകയാണ്. എത്ര വേണം പ്രമാണങ്ങളില്ലേ നമ്മുടെ മുമ്പിൽ? ഇമ്മത്തെഴുതിയില്ലേ വേണ്ടതുപോലെ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫഅജാബഹുൽ ഫതാ. അപ്പൊ ഖബറെന്ന യുവാവ് പറയാണ്, എനിക്ക് രണ്ട് സ്വർഗത്തിൽ കിട്ടിക്കഴിഞ്ഞു. അവിടുന്ന് പറയണത് കിട്ടിക്കഴിഞ്ഞു, എനിക്ക് അല്ലാഹു നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ഖൽബിൽ അല്ലാഹ് എന്ന വിചാരമുണ്ടാകണം.